എന്ത് സംഭവിക്കും? ബാക്കിയുള്ള ഈ കട്ടിയായിട്ടുള്ള ഭാഗം കുറേയും കൂടി ഘനീഭവിക്കും. ആണല്ലോ, അത് കുറേയും കൂടി കട്ടിയാവും, കുറേയും കൂടി കനം വരും അതിന്. ആ ഭാഗത്തിനെയാണ്, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന തൈരിനെയാണ് ഗ്രീക്ക് യോഗേർട്ട് എന്ന് പറയുന്നത്. സിമ്പിൾ. അപ്പോൾ ബേസിക്കലി എന്താണ് ഗ്രീക്ക് യോഗേർട്ട് എന്ന് പറയുന്നത്? ഗ്രീക്ക് യോഗേർട്ട് എന്ന് പറയുന്നത് തൈര് സാധാരണ ഉണ്ടാക്കുന്ന തൈരിനെ പോലെ, എന്നാൽ അതിലെ വേ എന്ന് പറയുന്ന കൊമ്പോണന്റിനെ സ്ട്രെയിൻ ചെയ്ത് കളയുക, എന്നിട്ട് ബാക്കിയുള്ളത് കുറേയും കൂടി കട്ടിയാക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇതേ സംഭവം തന്നെ ഗൾഫിലുള്ള പലർക്കും സുപരിചിതം ഉണ്ടാവും. ലാബ്നെ എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ഞാൻ കഴിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബേസിക്കലി അൺസ്ട്രെയിൻഡ് യോഗേർട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, തൈരിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ സ്ട്രെയിൻസ്, അതായത്